സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ഒരു 4 കാർഡ് സ്പ്രെഡാണ് എടുക്കണത്. അതായത് ഒരേ പ്രശ്നം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ മനസ്സിലെ ചിന്തയാവാം. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കത് ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ റൂട്ട് കോസ് നോക്കുമ്പോൾ ഫസ്റ്റ് കാർഡ് 6 ഓഫ് കപ്സ് ആണ്. അതായത് നൊസ്റ്റാൾജിയയുടെ കാർഡാണ്. പഴയ കാലത്ത് ഭൂതകാലത്ത് തൻ്റെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത് നിന്ന ഒരാളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, അല്ലെങ്കിൽ പഴയ കാലത്തെ ഒരു കാമുകനായിട്ടുള്ള ഒരു സ്നേഹബന്ധം, ആ ഒരു സ്നേഹബന്ധം അതിലെന്തോ ഒരു ചതിയോ അല്ലെങ്കിൽ രഹസ്യങ്ങളോ എന്തൊക്കെയോ നടന്നിരിക്കുന്നു. അതിപ്പോഴും ആ ഒരു കാര്യം ഈ വ്യക്തിയെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ കാർഡ്, കിങ് ഓഫ് വാൺസ്. ഇവിടെയും ഒരാളിങ്ങനെ ചിന്തയിൽ പാസ്റ്റിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക തന്നെയാണ്. അതായത് ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ആളാണ്, ലോങ് ടേം സക്സസ് നേടിയ ആളാണ്, കിങ്ങിൻ്റെ എനർജിയാണ്, കുറച്ച് ഈഗോ ഉള്ള ആളുമാണ്. പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പോഴും ഈ പഴയ കാലത്ത് ഉണ്ടായ കാര്യങ്ങളെ ആലോചിച്ച് ഇപ്പോഴും അതിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ അതിനെന്താണ് ഗൈഡൻസ്? അപ്പോൾ കിങ് ഓഫ് വാൺസ് എന്നൊക്കെ പറയാൻ ആക്ഷൻ എടുക്കേണ്ട കാർഡാണ്. നമ്മൾ ആക്ഷൻ എടുത്തുനിന്ന് അതിൽ നിന്ന് മാറിപ്പോകണം. അത് അടുത്ത കാർഡ് വന്നേക്കണ 7 ഓഫ് സോർട്സ് ആണ്. അത് കാണിങ്ങനെ 3 വാൾ കൊടുത്തിട്ട് ഒരാൾ പോണതാണ്. അതായത് ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് തൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകണം. തൻ്റെ പാഷൻ്റെ ലോകത്ത് ഇപ്പോൾ കിങ്ങിൻ്റെ എനർജിയിൽ നിൽക്കുന്ന ആളാണ്. ഒരുപക്ഷെ ആ ബന്ധത്തിൽ വല്ല ചതിയോ അല്ലെങ്കിൽ വഞ്ചനയോ അല്ലെങ്കിൽ രഹസ്യങ്ങളോ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ പ്രോബ്ലംസ് പിന്നെയും വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇവിടെ ടാരോയുടെ ഗൈഡൻസ് അതിൽ നിന്നൊക്കെ വിട്ടുപോവുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് വരണത്? 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തീർച്ചയായിട്ടും ഒരു കൂട്ടുകുടുംബമാണ്. കാരണം കുടുംബത്തിലെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയണത്. അപ്പോൾ ഈ ഭൂതകാല കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക, അതെല്ലാം വിട്ടുകളഞ്ഞ് ആ സാഹചര്യത്തിനെയൊക്കെ വിട്ടുകളഞ്ഞ് അതിൽ നിന്നൊക്കെ മാറിപ്പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധങ്ങളിൽ സംതൃപ്തി ഉണ്ടാവും, സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവും എന്നുള്ളതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.